കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറഞ്ഞൊരു കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ അത് നല്ലതാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഭവിക്കും, അത് മോശമാണെങ്കിൽ അത് മോശമായിട്ട് നമുക്ക് തിരിച്ചു വരും. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ജിസേൽ ആൻഡ് അനിമോൾ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ജയിൽ ടാസ്കിലേക്ക് ജയിലിൽ പോകേണ്ടത് കള്ളിയാണ് എന്ന് പറഞ്ഞിട്ട് ജിസേൽ കുറച്ച് ഗോഷ്ടിയൊക്കെ കാണിച്ച അനിമോളിനെ ജയിൽ ടാസ്കിൽ പറഞ്ഞയക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് പൂർണ്ണമായിട്ടും 100 അല്ല 150% അനിമോൾ വെറും പാവമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. അന്ന് തൊട്ടാണ് എനിക്ക് അനിമോളോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല തന്റേടമുള്ള ഒരു പെൺകുട്ടി, വളരെ അധികം ജെനുവിൻ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ഒരു വ്യക്തി. ബിഗ് ബോസിന്റെ കപ്പ് അടിക്കാൻ വേണ്ടിയിട്ടല്ല ബിഗ് ബോസിൽ അനിമോൾ വന്നത് എന്ന് തോന്നിയ ഒരു മൊമെന്റ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. കാരണം ജിസേലിന് പുറത്തൊക്കെ സപ്പോർട്ട് കാണും, ഒരു മലയാളിയൊന്നും അല്ല, മോഡലാണ്, ഒരു ഭയങ്കര ഒരു ലുക്കൊക്കെ ഉള്ള വ്യക്തിയാണ് എന്ന് മറ്റുള്ളവര് അതിനകത്തുള്ള ആണുങ്ങൾ വരെ പറയുമ്പോൾ ജിസേൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി. എന്നാൽ ഇന്നിപ്പോ ജയിൽ ടാസ്കില് കള്ളി എന്ന് അനിമോള് മാത്രമല്ല വിളിച്ചത്, അക്ബറും പറഞ്ഞു മഞ്ഞപ്പൊടി കട്ടെടുത്തത്, കോഫി പൗഡർ കട്ടെടുത്തത്. ബിന്നി പറഞ്ഞു, ബിന്നി അതിന്റെ കൂടെ പറഞ്ഞു. ആ ഒരു കോഫി പൗഡറിന്റെ കാര്യമല്ല, മെയിനായിട്ടും ആ ഒരു ആര്യൻ കരഞ്ഞത് എല്ലാവരും കണ്ടു, കുറെ പേര് അത് പറഞ്ഞു. എന്നിട്ടും ജിസേൽ അത് സമ്മതിച്ചില്ല, അതവിടെ പറഞ്ഞു. അത് ആ ഫേവറേറ്റിസം അത് ബിന്നി പറഞ്ഞു. ആദില ആൻഡ് നൂറ അവർക്കൊന്നും തന്റെ ഇടത്തോടെ ജിസേലിനെ പറയാൻ വയ്യ, ചിരിച്ചു കളിച്ചൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര്, ഈവൻ വളരെയധികം ക്ലോസ് എന്ന് പറഞ്ഞ ഈ പറയുന്ന ആര്യനും നെവിനും തന്നെ ജിസേലിനെ പറഞ്ഞു വിടുകയാണ്, കള്ളിയാണ്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു നിയമ വീഴ്ച, ഒരു നിയമ ലംഘനം ജിസേൽ അത് ചെയ്തു. അപ്പോൾ ജിസേൽ കള്ളിയാണെന്ന് മുഖത്ത് നോക്കി അനിമോൾക്ക് സംസാരിക്കാൻ സാധിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതിൽ ഞാൻ എന്തായാലും ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ ജിസേൽ അത്രത്തോളം കള്ളിയാണ്. അതൊരിക്കലും ഒരു സ്ട്രാറ്റജി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. എല്ലാവരും അവിടെ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഫുഡിന്റെ കാര്യം ആയിക്കോട്ടെ, മേക്കപ്പിന്റെ കാര്യമായിക്കോട്ടെ, അവരുടെ ഹൈജീൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു കഴിവ് അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ജിസേൽ ഇതെല്ലാം കട്ടെടുത്ത് വെക്കുന്നത് തെറ്റ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വോട്ട് കിട്ടിയിരിക്കുന്നത്, ജയിലിലേക്ക് പോകാനുള്ള 10 വോട്ട് കിട്ടിയിരിക്കുന്നത് ജിസേലിന് വേണ്ടിയിട്ടാണ്. ഞാൻ വളരെ വേഗം ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തു എന്ന് പറയാം. നമ്മുടെ അനീഷ് ആദ്യം തന്നെ അബിയെയും ഒനീലിനെയും വോട്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരും യൂസ് ചെയ്ത ബാഡ് വേർഡ്സ് ആയിരുന്നു. അത് നല്ലൊരു വോട്ടിംഗ് തന്നെയാണ്, ശരിയാണ്. അബി വന്നിട്ട് ആര്യനെയും ജിസേലിനെയും പറഞ്ഞു, പക്ഷെ അത് ആ ടാസ്കിന്റെ പേരിലാണ്, കുഴപ്പമില്ല. ഒനീന് വന്നിട്ട് അനീഷിനെയും ജിസേലിനെയും പറഞ്ഞു. പക്ഷേ അനീഷിനെ പറഞ്ഞതിന് എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിനോട് തന്നെ എന്തോ ഒരു നാണക്കേട് ഉണ്ടാക്കി വെച്ചു എന്നാണ് പറയുന്നത്. കാരണം ആ ടാസ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടും അനീഷ് മിണ്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഒനീൽ ഉണ്ടാക്കി വെച്ച നാണക്കേടോ? എന്ത് വൃത്തികെട്ട വാക്കാണ് ഒനീൽ പറഞ്ഞത്. അപ്പോൾ അനീഷിനെ പറഞ്ഞത് എനിക്ക് ഒരു തരത്തിലുള്ള യോജിപ്പും തോന്നിയില്ല. പിന്നെ ജിസേലിനെ ഒനീൽ നോമിനേറ്റ് ചെയ്തത് നന്നായി. ജിസേലിന് എന്തായാലും ഒനീലിന്റെ കൂടെ ജയിലിൽ പോയി കിടക്കാം. അപ്പോൾ വ്യക്തമായിട്ട് പറയുന്ന ഒരു ജിസേലിനെ നോമിനേറ്റ് ചെയ്തിട്ട് എന്തിനാണ് ജിസേലിനെ നോമിനേറ്റ് ചെയ്തതെന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം സത്യം പറഞ്ഞാൽ ഒനീലിനില്ല. അത് ആ ടാസ്കിന്റെ പേര് പറയുന്നുണ്ട്. അതായത് മുടിവെട്ടുന്ന ടാസ്ക്, പെണ്ണായതുകൊണ്ട് മുടിവെട്ടേണ്ടായിരുന്നു, അത് വേണ്ട. ഇതാണ് ഒനീൽ, ചാടിക്കളിക്കുകയാണ്. കാരണം ഒനീലിന് മനസ്സിലായി ജിസേലിന് ആര്യനോടാണ് കൂടുതൽ ഫേവറേറ്റിസം എന്ന്, അതുകൊണ്ട് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഷാനവാസ് പറഞ്ഞത് അനീഷിനെയാണ്. അതൊരു തരത്തിൽ പറഞ്ഞാൽ വേണ്ടായിരുന്നു, അനീഷിനെ ഷാനവാസ് ആ കാര്യത്തിൽ നോമിനേറ്റ് ചെയ്യരുത്, കാരണം ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ആര്യനെ പറഞ്ഞത് ഷാനവാസ് പറഞ്ഞു, അത് ആ ഒരു ഗെയിമിൽ അത് കളിയാക്കി എന്നുള്ള ഒരു റീസൺ പറയുന്നുണ്ട്. ഇന്നലത്തെ രാത്രിയത്തെ ആ ഒരു കേസ് പറയുന്നുണ്ട്. പിന്നെ റെന ഓൾവേസ് ഈ നോമിനേഷൻ ടാസ്കുകളൊക്കെ വരുമ്പോഴത്തേക്കും, ജയിൽ നോമിനേഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിൽ റെനയുടെ എല്ലാ പോയിന്റും ഭയങ്കര വാലിഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. റെന ഒനീലിനെ പറഞ്ഞു, അതിന് കാരണമുണ്ട്, റെനയ്ക്ക് നന്നായിട്ട് ഒനീലിന്റെ കയ്യിൽ നിന്ന് നല്ല തിരിച്ചടി കിട്ടുന്നുണ്ട്. പിന്നെ അഭിലാഷിനെ പറഞ്ഞതും ഈ പറയുന്ന ബാഡ് വേർഡ്സ് യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇത് ഒനീലിനെ റെന നോമിനേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒനീൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ടാസ്ക് ആണല്ലോ, അതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ഒനീലിനെ അവിടെ എല്ലാവരും പിടിച്ചിരുത്തി. ജിസേൽ പറഞ്ഞ പേര് അഭിയുടെയും ഒനീലിന്റെയും പേരാണ്. അവരുടെ പല പ്രശ്നങ്ങളും അവിടെ ഹൈഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കാര്യം ചെയ്തത്. ഈവൻ ജിസേൽ ഒരു കാര്യം, താൻ ഒരു തെറ്റ് ചെയ്തു എന്ന് ഒരു കാര്യം പോലും ജിസേൽ സമ്മതിക്കില്ല. ഇനി അടുത്തത് ബിന്നിയാണ്. ബിന്നിയുടേതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നോമിനേഷനാണ്. ആര്യനെയും ജിസേലിനെ വളരെ വ്യക്തമായിട്ട് തന്നെ ബിന്നി പറയുന്നുണ്ട് കേട്ടോ, നല്ല തൻ്റെ ഇടത്തോടെ ബിന്നി പറയുന്നുണ്ട്. പിന്നെ രേണുസുതി, ഓൾവേസ് രേണുസുതിയുടെ നോമിനേഷൻസ് എപ്പോഴും ബോറായിരിക്കും. അബി ഒനീൽ പറയുന്നുണ്ട്, പക്ഷെ ഒരു പ്രത്യേക ക്ലാരിറ്റി ഒന്നുമില്ല, ചീത്ത വിളിച്ചു, ഇത്രയേ ഉള്ളൂ. പിന്നെ ഷാരിക ആര്യനെയും ഒനീലിനെയുമാണ് പറഞ്ഞത്. അതിന്റെ രണ്ടിന്റെയും നല്ല റീസൺസ് തന്നെ ഷാരിക പറയുന്നുണ്ട്. പിന്നെ ശൈത്യ ഓൾവേസ് അത് അനീഷിനെ ആ ഒരു ടാസ്കിന്റെ കാര്യത്തിൽ ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുകയാണ്.
അനീഷ് ചെയ്തത് ആ ടാസ്കിന്റെ കാര്യത്തിൽ തെറ്റ് എന്നാണ് ശൈത്യ പറയുന്നത്. ആര്യനും ജിസേലും തെറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അനീഷിന്റെ ആ ഒരു ധീരത കാണിച്ചു എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ജിസേലിനെ പറഞ്ഞു അത് ആ കോഫിയുടെ ഇഷ്യൂവിന്റെ കാര്യത്തിലാണ്. അപ്പോൾ ജിസേലിനെ വോട്ട് ചെയ്യാൻ ശൈത്യ തന്റെ ഇടം കാണിച്ചു. പിന്നെ ആര്യന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. ആര്യന്റെ ഒരു ഷോ എന്ന് പറയുന്നത് ആര്യൻ നോമിനേറ്റ് ചെയ്യുന്നത് സെൽഫായിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആര്യൻ ചോദിക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത ചോദ്യപ്പായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ആര്യന് മനസ്സിലായി ആ ശൈത്യയുടെ കഥ പറയുന്നതിന്റെ ഇടയിൽ താൻ കാണിച്ചത് എന്താണെങ്കിലും പണി കിട്ടും, അത് നെഗറ്റീവ് ആകും എന്ന്. പിന്നെ ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ജിസേലിന് കുറെ വോട്ട് കിട്ടുന്നത് കണ്ടപ്പോൾ ആര്യനും തീരുമാനിച്ചു ആര്യനും ജിസേലും കൂടി അങ്ങ് അവിടെ ആ ജയിലിൽ പോയി കിടക്കാം എന്ന് തീരുമാനിച്ച് കരുതിക്കൂട്ടിയാണ് നെവിൻ ഉൾപ്പെടെ എല്ലാവരും ഈ പറയുന്ന ജിസേലിനൊക്കെ വോട്ട് കൊടുത്തത്. അത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം നെവിനും ആര്യൻ ജിസേൽ ആണ് വോട്ട് കൊടുത്തത്. കാരണം ജയിലില് ജിസേൽ ഒറ്റയ്ക്കായി പോവരുതല്ലോ, ആര്യൻ കൂട്ട് വേണ്ടേ? അത് ഭയങ്കര ചീപ്പായി പോയി. അതുകൊണ്ട് ആര്യന്റെയും നെവിന്റെയും വോട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അതൊരു വിശ്വസനീയമല്ല കേട്ടോ. നെവിൻ വന്നിട്ടും ഈ പറയുന്ന കണക്ക് ജിസേലിനെയും ആര്യനെയാണ് വോട്ട് ചെയ്തത്. അക്ബർ ജിസേലിനെ വോട്ട് ചെയ്തു. അതെനിക്ക് ഭയങ്കര അപ്രിഷിയേറ്റബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ അനുവിനെ കഴിഞ്ഞ ആഴ്ച കള്ളിയാക്കിയ ആ ഒരു സ്പേസ് എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അക്ബർ ജിസേലിനെ കള്ളിയാക്കി തന്നെ വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അക്ബറിനെ എനിക്ക് ഇന്നത്തെ ആ ഒരു നോമിനേഷനിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നീൽ നന്നായിട്ട് തെറി വിളിക്കുന്നുണ്ട് എന്ന് അക്ബർ പറഞ്ഞു. അതിൽ അക്ബറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനും തെറി നന്നായിട്ട് വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ വിളിക്കുന്ന തെറികളെക്കാൾ കൂടുതൽ പുറത്തു പറയാൻ പറ്റാത്ത തെറി ഒന്നീൽ വിളിച്ചു. ഉറപ്പായിട്ടും ഒന്നീലിന് നന്നായിട്ട് കിട്ടണം കേട്ടോ. പിന്നെ അപ്പാനി പറയുന്നത് ആര്യനെയും അബീനെയുമാണ്. അപ്പാനി ശരിക്കും പറഞ്ഞാൽ ഒരു തടിയൂരൽ അവിടെ കണ്ടു. ആര്യൻ ചിരിച്ച സമയത്ത് അപ്പാനിക്ക് ചിരി വന്നു. അത് അവിടെ എല്ലാവരുടെയും മുന്നിൽ അപ്പാനി അത് ഏറ്റു പറയുകയാണ്. കാരണം ലാലേട്ടൻ വരുമ്പോൾ അത് കാണിക്കുകയാണെങ്കിൽ താൻ പെട്ടു പോകരുതല്ലോ എന്ന് കരുതി അപ്പാനി അത് കാണിച്ചതുപോലെ എനിക്ക് തോന്നി. പിന്നെ അനുമോള് വന്നിട്ട് ജിസേലിനെ മുഖത്ത് നോക്കി തന്നെ ജയിലിൽ പോകേണ്ടത് കള്ളിയാണ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ വീണ്ടും ജിസേലിനെ നോമിനേറ്റ് ചെയ്തു. കാരണം കഴിഞ്ഞ ആഴ്ച നല്ലൊരു പണി ഒരു കാര്യവും ഇല്ലാതെയാണ് അത് അനുമോള് ഏറ്റത്. അതിപ്പം അതിനനുസരിച്ച് തന്നെ ജിസേലിന് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അബിയെ പറഞ്ഞു, അബിയുടെ ചീത്തവിളി. അബിയെ അത് അനുമോള് പറഞ്ഞത് കുഴപ്പമില്ല. കാരണം വെച്ചാൽ പലപ്പോഴും അബി അനുമോളെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. പിന്നെ ആദില ആൻഡ് നൂറ രണ്ടുപേരും ഒനീലിനെയും ജിസേലിനെയും പറഞ്ഞു. പക്ഷെ ആദിലയും നൂറയും ജിസേലിനെ പറഞ്ഞത് കുറച്ചൊന്ന് ചിരിച്ച് തമാശ. കാരണം നൂറയ്ക്ക് ജിസേലിനെ ഭയങ്കര ഇഷ്ടമാണ്. ആദിലയ്ക്ക് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ള ഒരു കഴിവുണ്ട്, തൻ്റെ ഇടമുണ്ട്. നൂറയ്ക്ക് അത്രയും തൻ്റെ ഇടമൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. പിന്നെ സരിക ലാസ്റ്റ് വന്നിട്ട് ആര്യനെയും ജിസേലിനെയും പറഞ്ഞു. പക്ഷെ സരിക ജിസേലിനെ നോമിനേറ്റ് ചെയ്തത് നമ്മളൊന്നും അറിയാത്ത മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഈ പറഞ്ഞ ടാസ്ക് പണിപ്പുര ടാസ്കിലേക്ക് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആര്യൻ, ജിസേല്, അനീഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അബി വന്നിട്ട് രേണു, രന ഫാത്തിമ, ഷാരിക എന്ന പേര് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇത് അബി പറഞ്ഞപ്പോൾ ആര്യൻ ഇരുന്നങ്ങ് ചിരിച്ചത് സരിക പിന്നീട് ജിസേലുമായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ജിസേല് പറഞ്ഞ വാക്കെന്ന് പറയുന്നത് അതൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ അല്ലേ, അപ്പോൾ അത് അവർ പറയുന്നത് കാര്യമുണ്ടോ? അതായത് ഈ പറയുന്ന ജിസേൽ ഒഴിച്ച് ബാക്കി സ്ത്രീകളൊക്കെ എന്താ ബുദ്ധിമുട്ടുണ്ടോ അവർക്ക് ടാസ്ക് ചെയ്യാൻ? ഈ എപ്പോഴും ഓടാനും ചാടാൻ അത് കറക്റ്റ് സരിക പറയുന്നൊരു വാക്കെന്ന് പറയുന്നത് ജിസേലിന് നീളമുണ്ട്, കൈക്കും കാലിനും ഒക്കെ നല്ല നീളമുണ്ട്, അതുകൊണ്ട് കുറച്ച് ടാസ്ക് ഒക്കെ നല്ലോണം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ എല്ലാ ടാസ്കും കൈയും കാലും വെച്ച് ചെയ്യുന്നതായിരിക്കത്തില്ല, ബുദ്ധി യൂസ് ചെയ്യണമല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരും ഓക്കെയാണ്, ഞങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഞങ്ങളും ചെയ്യും എന്ന് സരിക ജിസേലിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ജയിലിലേക്ക് പറഞ്ഞു വിടാൻ ഏറ്റവും കൂടുതൽ പേര് ആഗ്രഹിക്കുന്നത് ജിസേലിനെയാണ്. ദെൻ അതിനുശേഷം അതൊരു കർമ്മയാണ്, ചെയ്ത പ്രവർത്തിക്കുള്ള തിരിച്ചടിയാണ്. അതിനുശേഷം ടൈ ആയിട്ട് നമ്മുടെ ഒനീലും ആര്യനും വന്നു. അപ്പോൾ തന്നെ അനുമോള് കൈ പൊക്കി പറഞ്ഞു, ഇതിനകത്ത് ഓട്ടും വേണ്ട, ഒന്നും വേണ്ട, ഉറപ്പായിട്ടും ആര്യൻ പോകരുത്, ഒനീൽ തന്നെ പോകണം. അപ്പോഴത്തേക്ക് എല്ലാവരും കുറച്ചൊന്ന് ഇളകുന്നുണ്ട്. എസ്പെഷ്യലി നെവിൻ ഭയങ്കര കുഴപ്പം. പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഒനീലിനാണ്. കാരണം ഒനീലിന്റെ സംസാരം അമ്പോ. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ ആ ഒരു ജയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നു. ആരുടെയും ഇടയിൽ ഈ പറയുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ടുവരാൻ ഈ ഒരു സീസണിൽ സാധിച്ചിട്ടില്ല. ആകെ കൂടി നന്നായിട്ട് ഇമോഷണലി കണക്ട് ആയിട്ടുള്ളത് 3 പേര് തമ്മിലാണ്. അത് 4 പേര് തമ്മിലാണ്. ആര്യൻ, ജിസേല്, റെന, നെവിൻ. ഇവർ 4 പേരും ഒരു ഗ്യാങ് ആണ്. ബാക്കി എല്ലാവരും കുറച്ചങ്ങോട്ട് മാറിയും പിന്നെ അങ്ങോട്ട് കൂട്ടുകൂടിയും. ഇപ്പം ഷാനവാസും അതുപോലെ തന്നെ അപ്പാനിയും അവരുടെ ഇടയിൽ കുറച്ചധികം പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അറിയില്ല, മുന്നോട്ടുള്ള എപ്പിസോഡ്സ്, ഡേയ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.